ഹായ് ഫ്രണ്ട്സ്, സൽഹത്താണ്. റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. ഇന്നോട് 96 മോഡൽ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങോട്ട് കൈ എടുത്തുള്ളൂ. വർക്ക് കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റായി. കാരണം ഇന്ന് കൊടുക്കണമെന്ന് കരുതിയാണ് പറ്റിയിട്ടില്ല. നല്ല 3-4 ദിവസമായിട്ട് നല്ല മഴയാണ്. മഴയാകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട്, പെയിൻറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ഒരു ബുദ്ധിമുട്ട് അറിയാമല്ലോ എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. മാത്രമല്ല, പുള്ളിക്കാരൻ ഗൾഫിൽ നിന്ന് വന്ന ശേഷമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ചെങ്കിലും നമുക്ക് ലീവ് തീരുന്നതിന് മുന്നേ വണ്ടി കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ 16-ാം തീയതി ടിക്കറ്റാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ആ ഒരു ജഗബോഗയായിട്ട് വർക്ക് തീർത്തതാണ്. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്തിരുന്നു. പക്ഷെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്തോ എഞ്ചിൻ എടുത്തേക്കുന്ന സമയത്ത് ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. ആ ഒരു തിരക്കൊണ്ടാണ് പറഞ്ഞു വിചാരിക്കരുത്. അപ്പോൾ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് പറഞ്ഞ കോസ്റ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെയ്തേക്കുന്നത് ഓൾറെഡി ഡിസ്ക് ബ്രേക്കുള്ള വണ്ടിയായിരുന്നു. ഡിസ്ക് ബ്രേക്ക്, ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലുണ്ടായിരുന്ന അലോയ് വീൽസ് പറഞ്ഞ ഈ ടൈപ്പ് അലോയ് വീൽസ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര ഹൈപ്പായിട്ട് കാണിക്കുന്ന ഒരു അലോയ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ അലോയ് കംപ്ലീറ്റ് നമ്മൾ മാറ്റി വെച്ചു. കംപ്ലീറ്റ് ആ ഒരു പക്ക സ്റ്റാൻഡേർഡ് ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ കുറച്ചൊരു ടോർക്കിയാണ്. അപ്പം ഈ അലോയ് വീലൊക്കെ ഫാൻസി നമ്മൾ റീൽസിലും അല്ലെങ്കിൽ വലിയ സ്റ്റുഡിയോയിലും അല്ല ടൈലൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. പ്രാക്ടിക്കൽ വൈസ് ആ ഒരു മൾട്ടി സ്പോക്സ്, അതായത് 3, 4, 5, 6, 7 സ്പോക്സ് ഒക്കെ ഓക്കെ. ഈ സ്പോക്സ് പറഞ്ഞാൽ ചെറിയ ഇതിൽ പഴയ സ്റ്റാൻഡേർഡ് നെഗറ്റീവ് തന്നെയാണ് ഓടിക്കുന്ന സമയത്ത്. യാതൊരു സംശയമില്ല, അറിയുന്നവർക്കറിയാം. അപ്പം ഏതായാലും പുള്ളിക്കാരൻ അലവിൽ മാറ്റാൻ പറഞ്ഞു. കംപ്ലീറ്റ് നമ്മൾ സ്പോക്ക് വീൽ തന്നെ സെറ്റ് ചെയ്തു. ഹബ്ബ്, സ്പോക്സ്, റിമ്മൊക്കെ പുതിയ അങ്ങ് സെറ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബോഡി നല്ല ഡാമേജ് ആയിരുന്നു. ബോഡിന്റെ കാര്യം, ടൂൾ ബോക്സ് ഒക്കെ ആ ഒരു 96-ലുള്ള ടൂൾ ബോക്സ് ഇതുവരെ മാറ്റിയിട്ടില്ല. അതൊക്കെ ഇഞ്ചസ് ഒക്കെ വെൽഡ് ചെയ്ത് ആകെ ഒരു അലമ്പ് രീതിയിലായിരുന്നു. ബോഡി നമ്മൾ പെയിന്റ് പൊളിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ അറിയാം. സാധാരണ എല്ലാം പൊട്ടിയിട്ട് തേച്ച് വെച്ച് കൊണ്ടുവരുന്ന സമയത്ത് പെയിന്റ് പൊളിക്കുമ്പോൾ ആ രീതിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ രീതിയിലായിരുന്നു ബോഡിന്റെ കാര്യം. ഭയങ്കര അലമ്പായിരുന്നു. പിന്നെ അതന്നെ നമുക്ക് ടാങ്ക് മോട്ടീഫ് ജെ സീരീസിൻ്റെ ആണ് വെച്ചേക്കുന്നത്. കാരണം ഇത് ഇലക്ട്രിന്റെ ടാങ്കാണ്. 2 ഹോളില്ല. 2 ഹോളൊക്കെ നമ്മൾ ചെയ്യണം. അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ഇതിലേക്ക് ജെ സീരീസിന്റെ ആ ഒരു മോട്ടീഫിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു ന്യൂ മോഡൽ ആ ഒരു ലുക്ക് കിട്ടും എന്നുള്ള കൊണ്ടാണ്. പക്ഷേ എന്തെന്നാളും ആളുകൾ ഇപ്പോൾ കാണുന്ന ആളുകൾ നെഗറ്റീവായിട്ട് പുതിയ പഴമുള്ള ആ ഒരു മോട്ടീഫ് ടാങ്ക് മോണോഗ്രാം തന്നെയാണ് എല്ലാവർക്കും താല്പര്യപ്പെടുക എന്ന് എനിക്കറിയാം. എന്നാലും ഇപ്പോൾ നമ്മൾ ഇതാണ് ചെയ്തേക്കുന്നത്. അപ്പം പിന്നെ അതേമാതിരി തന്നെ ഗിയർ ബോക്സ് ഇപ്പോൾ വരുന്ന ഏറ്റവും കൂടുതൽ വണ്ടിക്ക് ഗിയർ ബോക്സിന്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഗിയർ ബോക്സിന്റെ പിന്നെ വീൽസൊക്കെ മാറിയിട്ടുള്ളതാണ്. ഗിയർ ബോക്സ് കംപ്ലീറ്റ് വർക്ക് എടുത്തുള്ളതാണ്. പിന്നെ ടൈമിംഗ് സൈഡ് ചെറിയൊരു നോയ്സ് ഉണ്ടായിരുന്നു. ക്യാമിൻ്റെ ചെറിയൊരു നോയ്സ് ഉണ്ടായിരുന്നു. അത് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ക്ലച്ച് മാറ്റുമ്പോൾ എന്തായാലും ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, അതിൻ്റെ ബെല്ലിൻ്റെ ഒരു റിബേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി. ആ ഒരു സെക്ഷനൊക്കെ ചേഞ്ച് സ്പ്രോക്കറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വീലിൻ്റെ സ്പോക്സ്, വീലിൻ്റെ ഹബ്ബ്, അതേമാതിരി ഒരുവിധം അത്യാവശ്യം വണ്ടി ഓടിക്കാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വയറിംഗ് കിറ്റ് മാറ്റിയിട്ടില്ല. വയറിംഗ് അത്യാവശ്യം നല്ല വയറിംഗ് കിറ്റ് ആയതുകൊണ്ടാണ് വയറിംഗ് കിറ്റ് മാറ്റിയിട്ടില്ല. അപ്പോൾ അതേമാതിരി മീറ്റർ, ആംബിയർ മീറ്ററൊക്കെ അതേമാതിരി നിലനിർത്തിയിട്ടുണ്ട്. കാരണം അതും വലിയ കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ പോളിഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്ത്. വെറുതെ ഒരു ക്യാഷ് പലതുള്ളി പെരുവെള്ളം നമ്മൾ റോയൽ എൻഫീൽഡ് സർവീസ് ചെയ്യാൻ കൂടെ അല്ല റെസ്റ്റോറേഷൻ കൊടുക്കുമ്പോൾ അത് മാറ്റിക്കോളൂ എന്നൊക്കെ പറയുമ്പം നമ്മൾ ചെറുത് മാറ്റണമെന്ന് പറയുമ്പോൾ ഈ ചെറുത് ലാഭിക്കുമ്പോഴേ വലുതിലേക്ക് പോകാം. പലതുള്ളി പെരുവെള്ളമാണ്. ഓരോ സാധനം മാറ്റാൻ വന്നു കഴിഞ്ഞാൽ സംഖ്യ അങ്ങോട്ട് പോകും. അങ്ങനെ ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് അതന്നെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നുള്ളൂ എങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം ഏറ്റവും നല്ലത്. നമ്മൾ ലിവർ സെറ്റുകൾ കാര്യം എന്താ റീപ്ലേസ് ചെയ്യാനുള്ള എന്തായാലും സ്വിച്ച് കാര്യങ്ങൾ, സ്വിച്ച് അതുമാതിരി ലിവേഴ്സ് പൗഡർ കോട്ടിങ് വരുന്നുണ്ടെങ്കിൽ ലിവേഴ്സ് മാറ്റി കൊടുക്കുക. പിന്നെ അത്യാവശ്യം ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റ്, കവർ ട്യൂബ് ഇതൊക്കെ പുതിയതാണ്. കവർ ട്യൂബ് ഒക്കെ പുതിയതാണ്. അപ്പം അങ്ങനെ അത്യാവശ്യം സൈലൻസറിന്റെ ബെൻഡ് ഒക്കെ പുതിയ തന്നെയാണ് റീപ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു സ്റ്റാൻഡേർഡ് രൂപത്തിലാണ് വണ്ടി ഇപ്പൊ കിടക്കുന്നത്. ഇതിന്റെ ഏത് മിററാണ് വെക്കേണ്ടത് എന്നുള്ള സ്റ്റാൻഡേർഡ് മിററാണ്. ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചില്ല. ഇതിനോട് ക്ലാസിക്കിന്റെ മിററായി ഉണ്ടായിരുന്നത്, അതോടെ മാറ്റി വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ പറയാമെന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ക്ലാസിക്കിന്റെ മിറർ ആയിരിക്കും അക്സെപ്റ്റബിൾ ആയിരിക്കൂലേ പഴയ വണ്ടിന്റെ മുകളിൽ. സ്റ്റാൻഡേർഡ് മിറർ തന്നെ പറ്റുള്ളൂ. പിന്നെ ക്ലാസിക്കിന്റെ ഫസ്റ്റ് പോസ്റ്റിൽ വന്ന G2 മോഡൽ ഹാൻഡിൽ ബാർ ആണത്. റോയൽ എൻഫീൽഡ് പഴയ മോഡൽ ഫസ്റ്റ് UC വണ്ടി ഇറങ്ങിയ സമയത്ത് ഈ ഒരു ഹാൻഡിൽ ബാർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഹാൻഡിൽ ബാർ, ക്ലാസിക്കിന്റെ ഹാൻഡിൽ ബാർ, നല്ല ഒരു കംഫേർട്ട്, പഴയ ഒരു എന്താ പറയാ, ഒരു ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു ഫീല് നമ്മൾ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ട് പിന്നെ ശീലിച്ചിട്ടുള്ള, കണ്ടിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഒരു ആഗ്രഹം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഹാൻഡ്ലിംഗ് ഉണ്ടല്ലോ, ഒരു മസിൽ പിടിച്ചിട്ടുള്ള ഹാൻഡിൽ ബാർ. ആ ഒരു പിന്നെ G2 ഹാൻഡിൽ ബാർ, G2 ടൈപ്പ് ഹാൻഡിൽ ബാർ വിത്ത് G2 ടൈപ്പ് ഹാൻഡിൽ ബാർ ആകും. വിത്ത് ക്ലാസിക്കിന്റെ എല്ലാ ഫിറ്റിംഗ്സോട് കൂടി ഹാൻഡിൽ വെയിറ്റും
പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഹാൻഡിൽ ബാറാണ്. പിന്നെ ഈ ഒരു ഹാൻഡിൽ വെയിറ്റ് എന്തിനാണെന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഹാൻഡിൽ വെയിറ്റ് ഒഴിവാക്കാതെ കഴിഞ്ഞാൽ ഹാൻഡിൽ വെയിറ്റിന് ലൈറ്റ് ആയിട്ട് വൈബ്രേഷൻ റെഡ്യൂസർ ആണ് സംഗതി. ഇത് ഹാൻഡിൽ വെയിറ്റ് അല്ലാത്ത വൈബ്രേഷൻ റെഡ്യൂസർ ആണ്. അപ്പോൾ കഴിയുന്നതും പുതിയ വണ്ടികളിൽ ചില ആളുകൾ G2 ഹാൻഡിൽ ബാർ വെച്ചിട്ട് ഇത് ഒഴിവാക്കുന്ന ആളുകളുടെ അത് ശ്രദ്ധിക്കുക. ഇത് വൈബ്രേഷൻ താരതമ്യേന നല്ല രീതിയിൽ കുറക്കുന്ന റെഡ്യൂസർ ആണിത്. അത് ഒഴിവാക്കി വെക്കുന്നത് ഹാൻഡ്ലിങ്ങിന് ഏറ്റവും നല്ല ബെറ്റർ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കാര്യം. അപ്പം എനിക്ക് തോന്നുന്നു ഈ വണ്ടി കറക്റ്റ് പ്രോപ്പറായിട്ട് ഞാൻ ഒരു കണക്ക് കൂട്ടിയതിൽ 80-81 രൂപയാണ്, 81-82 രൂപ ആ റേഞ്ച്. ടയറൊക്കെ പുതിയതാണ് കേട്ടോ. 82 രൂപയാണ് ഈ വണ്ടിക്ക് ചിലവ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നോട് എഞ്ചിനൊക്കെ അയക്കാൻ വേണ്ടി പറഞ്ഞ വണ്ടിയാണ്. എഞ്ചിനൊക്കെ അയക്കണം, പിന്നെ എഞ്ചിനൊക്കെ അയച്ച് മൊത്തം തോന്നി പണിതേക്കാം. നമ്മൾ എഞ്ചിനൊക്കെ അയക്കുന്ന സമയത്ത് എനിക്ക് എഞ്ചിൻ അയക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടൊന്നല്ല. നമ്മൾ എഞ്ചിൻ അയക്കാൻ എനിക്ക് എടുക്കാവുന്ന വണ്ടിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും ഒരു വണ്ടി എഞ്ചിന്റെ കാര്യത്തിൽ. കാരണം നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സംശയം ഉദിക്കുന്ന രീതിയിൽ വന്ന് എന്തെങ്കിലും ഒരു ലേറ്റ് കൊണ്ടുകൊടുത്താൽ അത് മൊത്തം അയച്ചൊരു പണിയും ഒരു 10 രൂപ വില്ലുവാക്കി തരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എഞ്ചിൻ അയക്കാതെ. എഞ്ചിന് യാതൊരു വിഷയമില്ലായിരുന്നു. നമ്മൾ വണ്ടി ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം ബ്രീത്തർ ഓയിൽ നല്ല രീതിയിൽ ഔട്ട് വരുന്ന ആ രീതി പ്രശ്നങ്ങൾ, ക്യാമിൻ്റെ നോയ്സ് ഉണ്ടോ, റോട്ടറിൻ്റെ നോയ്സ് ഉണ്ടോ, ടേപ്പറിൻ്റെ നോയ്സ് ഉണ്ടോ ഒക്കെ കൺഫേം ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ എഞ്ചിൻ അയക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞത്. എഞ്ചിൻ അയക്കുന്നില്ല, എഞ്ചിൻ അയക്കേണ്ട, പുറത്തുള്ള വർക്കാതെ വണ്ടി ഓക്കെയാണ്, വണ്ടി ഒക്കെ സൈലന്റ് ആണ്, വണ്ടി യാതൊരു പ്രശ്നമില്ല. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ വീഡിയോ നാളെ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഫ്യൂലൊന്നും വെച്ചിട്ടില്ല, നമ്മൾ വേറെ ഇത് വെച്ചിട്ട് നമ്മൾ ഗേജ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടത്. ഇതിൽ ഫ്യൂൽ അയച്ചിട്ടില്ല, ടാങ്ക് ഫിറ്റ് ചെയ്ത് വെച്ചോളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ രാത്രി എനിക്ക് പകൽ സമയം വീഡിയോ എടുക്കാൻ തീരെ സമയം കിട്ടുന്നില്ല. അത്രയ്ക്കും ഒരു അത്യാവശ്യം തിരക്കുള്ള സമയം ആയതുകൊണ്ട് തന്നെ പകൽ സമയം വീഡിയോ എടുക്കും. പ്രത്യേകിച്ച് മാത്രമല്ല, വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഈ ലൊക്കേഷനാണ് വീഡിയോ എടുക്കേണ്ടത്. അപ്പോൾ ഓരോ ആളുകൾ കയറി വരും. അപ്പോൾ അവരോട് സംസാരിക്കുക, ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോൻ്റെ ആ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അതിന് മുതിരാത്തത്. അതുകൊണ്ടാണ് ഈ സമയത്ത് വീഡിയോ എടുക്കുന്നത്. അപ്പം റോയൽ എൻഫീൽഡ് പഴയ മോഡൽ റീസ്റ്റോർ ചെയ്യുന്ന എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം മാക്സിമം 1 ലാഖിൻ്റെ താഴോട്ട് നമ്മൾ പിടിച്ചു നിർത്തുന്ന പോയതിൽ മാത്രമേ റോയൽ എൻഫീൽഡ് റീസ്റ്റോർ ചെയ്യേണ്ട ഒരാവശ്യമുള്ളൂ തോന്നുന്നത്. നമ്മൾ എപ്പോഴും 1 ലാഖിൻ്റെ മുകളിലേക്ക് പോകുന്ന രീതിയിൽ ആവാതെ അങ്ങനെയാണ് ഞാൻ മാക്സിമം ശ്രമിക്കാറുള്ളത്. 85-90 റേഞ്ച് മുകളിലേക്ക് പോകാതെ പിടിച്ചു നിർത്തുക എന്നുള്ളത്. നമുക്ക് ശ്രമിച്ചാൽ പിടിച്ചു നിർത്താനും പറ്റും കേട്ടോ. വല്ല ആവശ്യമില്ലാത്ത സംഗതികൾ ഇങ്ങനെ മാറ്റിക്കുമ്പോൾ അത് മാറ്റി ഇത് മാറ്റി റീപ്ലേസ് സ്പെയർ പാർട്സ് ചിലവാക്കുന്ന ചില ആളുകളുണ്ട്. ആ സ്പെയർ പാർട്സ് ഉള്ളതൊക്കെ വാങ്ങിച്ചിട്ടിട്ട് പുതിയ മാറ്റും. പിന്നെ നമ്മൾ റീസ്റ്റോറേഷൻ്റെ ആവശ്യമില്ല, പുതിയ വണ്ടിയെ വാങ്ങിച്ചാൽ മതി. 1.60, 2 ലക്ഷം രൂപ റീസ്റ്റോർ ചെയ്യുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ എനിക്ക് അക്സെപ്റ്റബിൾ അല്ല. റോയൽ എൻഫീൽഡ് നമ്മൾ അത്രയും പൈസ മുടക്കുക എന്നുള്ളത് അക്സെപ്റ്റബിൾ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ കമന്റ് ചെയ്യുക എന്താണെന്നെങ്കിലും. എന്തായാലും 1 ലാഖിൻ്റെ ബിലോ ആയിട്ട് നമ്മൾ വർക്ക് എടുത്ത് നിർത്തുമ്പോഴേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അത് കൊണ്ടുപോകുന്ന ആളുകൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അല്ല വല്ലാതെ കണ്ടമാനം. പിന്നെ ചില ആളുകൾക്ക് ഒരു സ്റ്റാറ്റസ് വൈസ് ആയിട്ട് റോയൽ എൻഫീൽഡിന്റെ മുകളിൽ 1.60 മുടക്കി 2 ലക്ഷം മുടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആളുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഒരു സാധാരണക്കാർ റോയൽ എൻഫീൽഡ് വല്ലാതെ ആഗ്രഹിച്ചെടുക്കുന്ന ആളുകൾക്ക് എടുത്തു തന്നെ വലിയ വിലക്കായിരിക്കും. അവരോട് നല്ലൊരു സംഖ്യ റീസ്റ്റോറേഷൻ മുടങ്ങുമ്പോൾ വണ്ടിൻ്റെ മുകളിൽ വെറുത്ത് ഞാൻ പറയില്ല, ഒരിക്കലും വെറുത്തല്ല. കാരണം 2 ലക്ഷം മുടക്കിയാൽ എൻ്റെ അടുത്ത് ഇപ്പം 2 ലക്ഷം 1.5 ലക്ഷം ഒക്കെ മുടക്കിയ വണ്ടികൾ വേറെ കൊണ്ടുപോയിട്ട് വണ്ടികൾ പണി കഴിഞ്ഞ ശേഷം എന്നും പറയുന്നില്ല, കാണിക്കുന്നില്ല, ആരും കുറ്റപ്പെടുത്താൻ തയ്യാറല്ല, ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാട്ടോ. അപ്പോൾ ആ ഒരു വണ്ടികൾ ഇത്രയും പൈസകൾ മുടക്കിയിട്ട് അവർക്ക് 6 മാസം ഓടിക്കാൻ പറ്റുന്ന, അതേമാതിരി പെയിന്റ് പൊളിഞ്ഞു. അപ്പോൾ പെയിന്റ് പൊളിഞ്ഞ വണ്ടി പറഞ്ഞ കിടപ്പുണ്ടാടെ 6 മാസമായിട്ടുള്ള പെയിന്റ് പൊളിഞ്ഞ ഫേമസ് ആയിട്ടുള്ള റീസ്റ്റോറേഷൻ സെന്റർ ചെയ്താണ്. ആ പെയിന്റ് ഒക്കെ പൊളിഞ്ഞിട്ട് അത് റെഡിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ഇതൊക്കെ 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം കൊണ്ടുപോയി പൊളിഞ്ഞിട്ട് കൊണ്ടുപോകുന്ന, രണ്ടാമത് പിന്നെ അവിടെ കൊണ്ടുകൊടുത്തില്ല. ഒരു പ്രാവശ്യം പൊളിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി, രണ്ടാമത് റെഡിയാക്കി കൊടുത്തു, പിന്നെ രണ്ടാമത് അതേമാതിരി തന്നെ വന്നു. അപ്പോൾ റെഡിയാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതാണ് അവസ്ഥ. നമ്മൾ എന്ത് തന്നെയാണെങ്കിലും ചെയ്യുന്ന സമയം വൃത്തിയിൽ നീറ്റിൽ പെയിന്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പെയിന്റിങ്, പ്ലേറ്റിങ് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അതിലെല്ലാ കാര്യങ്ങളും സാധനങ്ങളും അയച്ചെങ്കിൽ പ്ലേറ്റിങ്ങിനെ കൊടുക്കുക. ഒരു 6 മാസം 1 വർഷം തുരുമ്പ് പിടിച്ച് നമുക്ക് പൈസ 1 ലക്ഷം 1.5 ലക്ഷം നമുക്ക് 1 വർഷം കിട്ടിയാൽ മതിയോ? പോരല്ലോ. അപ്പോൾ 1 ലക്ഷം അത്ര വിലയുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പ്ലേറ്റ് ചെയ്യുന്ന സംഗതി മാത്രം പ്ലേറ്റ് ചെയ്യുക, ബഫ് ചെയ്യുക. കഴിയുന്നതും പാർട്സുകൾ പ്ലേറ്റ് ചെയ്യാതെ റീപ്ലേസ് ചെയ്യുക. ഏറ്റവും ഒന്നാവുക ആ പ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ 75, അതായത് നമ്മൾ സാധനം പ്രോഡക്റ്റ് വാങ്ങുന്നത് 70% കോസ്റ്റും ആ സാധനം പ്ലേറ്റ് ചെയ്യാനാവും. അതുകൊണ്ട് ഒറിജിനൽ പാർട്സ് അങ്ങ് വാങ്ങിച്ചിട്ട് ഒരുവിധം പാർട്സുകളൊക്കെ ഇപ്പോൾ റോയൽ എൻഫീൽഡ് CI എഞ്ചിൻ അവൈലബിൾ ആണ്. ചില സമയങ്ങളിൽ ചില ഷോർട്ടാവുന്നില്ല, തീർന്നു എല്ലാവർക്കും. ചില സമയത്ത് സ്റ്റോക്ക് ഷോർട്ടായിരിക്കും. പിന്നെ ഓർഡർ കൊടുത്താൽ കിട്ടാൻ കുറച്ച് വൈകും. അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ പാർട്സ് കിട്ടാതെ വരുന്നത് കേട്ടോ. അല്ലാതെ വേറെ സാധനം കിട്ടാത്ത പ്രശ്നങ്ങളൊന്നും പഴയ വണ്ടികൾക്ക് എൻ്റെ അറിവിൽ നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഒറിജിനൽ പാർട്സും നല്ല പെയിന്റിങ്ങും ക്വാളിറ്റി പെയിന്റിങ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലിയർ കോട്ട്, നല്ല ബേസ് കോട്ട്, നല്ല പ്രൈമർ കോട്ട്, നല്ല ടോക്സി കോട്ട് ഒക്കെ ബ്രാൻഡോടൊക്കെ ചെയ്ത് നല്ല പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പെയിന്റോടെ കിടന്നോളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം, വല്ലാതെ തുരുമ്പ് പിടിച്ച് നാശമായ സംഗതി റീപ്ലേസ് ചെയ്യുക ഏറ്റവും കൂടുതൽ നന്നാവുക. തുരുമ്പ് പിടിച്ച് വല്ലാതെ കോട്ടയും മറ്റൊക്കെ വെൽഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് ആ പാർട്സ്, പുതിയ പാർട്സുകൾ പെയിന്റ് ചെയ്യാവുന്ന പാർട്സുകൾ കിട്ടും. ആ പാർട്സ് വാങ്ങി റീപെയിന്റ് ചെയ്യുക. ആ പാർട്സ് പെയിന്റ് ചെയ്താൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പൊള്ളച്ച പെയിന്റ് എത്ര തന്നെ ചെയ്താലും അടിയിൽ നിന്ന് ആ സാധനം
ഒരു റെസ്റ്റ് ഒരു പരിധി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. ട്രീറ്റ് ചെയ്താലും അത് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും പൊള്ളച്ച് വരും കേട്ടോ. അത് അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി. അതുകൊണ്ട് വല്ലാതെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള സംഗതി ഞാൻ മാറ്റാറ് തന്നെയാണ് പതിവ്. ഒരിക്കലും അത് വെക്കാറില്ല. കാരണം അത് മാറ്റണം എന്ന് ഞാൻ കസ്റ്റമറോട് പറയും. മാറ്റണം എന്ന് തന്നെ പറയും. മാറ്റണ്ടാത്ത ഒരിക്കലും ഞാൻ മാറ്റണം എന്ന് തന്നെ പറയും. എന്നോട് മാറ്റാൻ പറഞ്ഞാൽ മാറ്റില്ല എന്ന് തന്നെ പറയും. അതാണ് എൻ്റെ സ്വഭാവം. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത്. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.